നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് T20 സീരീസിനുള്ള സ്ക്വാഡേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഏകദിന സ്ക്വാഡ് അധികം വൈകാതെ പുറത്തു വരും. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ T20 സ്ക്വാഡിലേക്ക് മുഹമ്മദ് ഷാമി മടങ്ങിയെത്തി. ഷാമി ഉള്ളപ്പോൾ ബൂംറയില്ല, ആരാധകർക്ക് അതൊരു നിരാശയാണ്. എങ്കിലും നമ്മളൊക്കെ കരുതിയത് ഏകദിന മത്സരങ്ങൾ, അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ODI സീരീസ് കഴിഞ്ഞ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ബൂംറയുണ്ടാകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ നിരാശജനകമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നത്. അതിലവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൂംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നാണ്. ജസ്പ്രീത് ബൂംറ ലൈക്ലി ടു മിസ് ദി ഗ്രൂപ്പ് സ്റ്റേജസ് ഓഫ് 2025 ചാമ്പ്യൻസ് ട്രോഫി ഡ്യൂ ടു ബാക്ക് സ്വെല്ലിംഗ് എന്നാണ് അവരുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ബൂംറ സെറ്റ് ടു മിസ് ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ബിക്കോസ് ഓഫ് ബാക്ക് സ്വെല്ലിംഗ്. ചുരുക്കത്തിൽ ദേവേന്ദ്ര പാണ്ഡ്യയുടെ ഈ റിപ്പോർട്ടിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. അത് ഇന്ത്യക്കൊരു സെറ്റ് ബാക്ക് ആണെന്നും അതുപോലെ തന്നെ NCAയിൽ താരത്തോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തതയില്ല. നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ വന്നിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു പക്ഷേ അദ്ദേഹം റിക്കവർ ആയേക്കാം, ഡൗട്ട്ഫുൾ ആണ് ആൾ, ഉറപ്പില്ല എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നാണിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി 19-നാണ്. ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശുമായിട്ടാണ് ഫെബ്രുവരി 20-ന്. അതിനുശേഷം ഇന്ത്യ കളിക്കുന്നത് ഫെബ്രുവരി 23-ന് പാകിസ്ഥാനെതിരെ. അതിനുശേഷം ഇന്ത്യയുടെ മത്സരം വരുന്നത് മാർച്ച് 2-ന് ന്യൂസിലാൻഡുമായിട്ടാണ്. അതോടുകൂടി ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കും. അതിനുശേഷം വരുന്ന ഫൈനൽ മത്സരങ്ങൾക്ക് ഒരു പക്ഷേ ബൂംറ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിന് മാത്രമായിട്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണത്. ഷാമി ഉണ്ടാകുമ്പോൾ ബൂംറയില്ല, ബൂംറയുണ്ടാകുമ്പോൾ ഷാമിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനൊക്കെ എതിരെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശക്തമായ ബൗളിംഗ് അറ്റാക്ക് ഉണ്ടെങ്കിൽ അവരെ വരിഞ്ഞു മുറുക്കാൻ തീർച്ചയായിട്ടും അതൊന്നുകൂടി എളുപ്പമായേനെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വരാം.